സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദാഇലെ പ്രഭാഷണമുണ്ടല്ലോ, തന്റെ അവസാന പ്രഭാഷണം അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് അവിടുന്ന് പ്രഭാഷണം നടത്തിയപ്പോ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ ഇത്തഖുല്ലാഹ ഫിന്നിസാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അവസാന പ്രഭാഷണത്തിൽ അല്ലാഹുവിന്റെ റസൂൽ 1,00,000-ൽ പരം വരുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അമാനത്താണ്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഓരോ ഭർത്താവിനോടും തന്റെ ഭാര്യയെ കുറിച്ച് അല്ലാഹു ചോദ്യം ചോദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ സ്വഹാബത്തിനോട് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, അലാ ഇന്നലക്കും അലൻ നിസാഇകും ഹഖാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് പല കടമകളുണ്ട്, അതുപോലെ ഭർത്താക്കന്മാർക്ക് തിരിച്ചു തന്റെ ഭാര്യമാരോട് ഒരുപാട് കടമയുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരു അനുചരം ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമ എന്താണ് നബിയേ? ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഓരോ ഭർത്താവിന്റെയും മനസ്സിലേക്ക് കടന്നു വരട്ടെ, ഇത് നീ പാലിക്കുന്നുണ്ടോ? ഈ കടമ ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ആരാണ് നിന്റെ ഭാര്യയെന്ന് നീ മനസ്സിലാക്കണം. ആരാണ് നിന്റെ ഭാര്യയെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ 40ാമത്തെ വയസ്സിൽ പ്രവാചകന് നുബുവത്ത് കിട്ടിയിട്ട് പ്രബോധനമായിട്ട് മക്കയിലേക്ക് കടന്നു വന്നപ്പോ അവിടുത്തെ പീഡനങ്ങൾ പറയേണ്ടതില്ലല്ലോ, സഹിക്കാൻ കഴിയാത്ത പീഡനമായിരുന്നു. 13 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകന് ഒരൊറ്റ രാത്രി പോലും അല്ലാഹുവിന്റെ റസൂല് സമാധാനമായി ഉറങ്ങിയിട്ടില്ല. കാരണം വല്ലാത്ത പീഡനങ്ങളോ, എവിടെ നോക്കിയാലും തല്ലിച്ചതയ്ക്കുകയാ, ചോദിക്കാനും പറയാനും ഒരാളുമില്ലല്ലോ. അവസാനം പീഡനം സഹിക്കാൻ കഴിയാതെ അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വഹാബത്ത് ഹിജ്റ പോവുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആ പോകുന്ന രംഗം എങ്ങനെയാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇട്ടിരുന്ന വസ്ത്രത്തോടു കൂടിയാണ് പലരും കടന്നുപോയത്. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ കളഞ്ഞിട്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടെ പോടാ എന്ന മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും കടന്നു ചെല്ലുകയാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോ മദീന നിവാസികൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്നറിയുവോ? അൻസാരികൾ മുഹാജിരീങ്ങളെ സ്വീകരിച്ച രംഗം ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവേ, 2 വീടുള്ളവർ ഒരു വീട് കൊടുത്തു, പടച്ചവനെ തോട്ടങ്ങളുള്ളവർ അവരുടെ പകുതി കൊടുത്തു, സമ്പത്തുള്ളവർ പകുതി സമ്പത്ത് കൊടുത്തു. എന്തിനു പറയണം, 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യ തലാക്ക് പറഞ്ഞിട്ട് അൻസ്വാരിങ്ങൾക്ക് കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നിന്റെ ഭാര്യ ആരെന്നറിയുവോ? അവള് ഹിജ്റ ചെയ്ത് കടന്നു വരുന്നവളാ, അവള് മുഹാജിറാണ്. ഹിജ്റ ചെയ്തുകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവളാണ് നിന്റെ ഭാര്യ. അവൾക്ക് വാപ്പയുണ്ട്, അവൾക്ക് ഉമ്മയുണ്ട്, അവൾക്ക് കൂടപ്പിറപ്പുണ്ട്, അവൾക്ക് കുടുംബമുണ്ട്, അവൾക്ക് കൂട്ടുകാരുണ്ട്, അവൾക്ക് വീടുണ്ട്, നാടമുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് കഴിയുമ്പോ അന്ന് മുതൽ നിന്റെ വാപ്പയാണ് അവളുടെ വാപ്പ, ഭർത്താവിന്റെ വാപ്പയാണ് അന്ന് മുതൽ അവളുടെ വാപ്പ, ഭർത്താവിന്റെ ഉമ്മയാണ് അവളുടെ ഉമ്മ, ഭർത്താവിന്റെ കൂടപ്പിറപ്പാണ് അവളുടെ കൂടപ്പിറപ്പ്, ഭർത്താവിന്റെ നാടാണ് അവളുടെ നാട്, ഭർത്താവിന്റെ വീടാണ് അവളുടെ വീട്. അല്ലാഹുവേ,
അവളുടെതെല്ലാം അവൾ അല്ലാഹുവേ വിട്ടൊഴിഞ്ഞിട്ട് നിന്റെ ജീവിതത്തിലേക്ക് ഒരു മുഹാജിറിനെ പോലെ